പച്ചവെള്ളം പി എസ് സിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പച്ചവെള്ളം പോലെ പഠിച്ചാലോ? 2024 നവംബർ 2 കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലേക്ക് നടന്ന LGS എക്സാമിലെ ജോഗ്രഫിയിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുന്നു. ഓരോ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്യും. അതായത് ഈ ഒറ്റ ക്ലാസ്സിൽ ഈ ഒരു ചുരുങ്ങിയ സമയം കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ 100-ലധികം ഫാക്റ്റുകൾ കിട്ടുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഒരു പേപ്പറും പേനയും എടുത്ത് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കണം കേട്ടോ. അറിഞ്ഞൂടാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ എഴുതിയെടുക്കുക. അറിഞ്ഞൂടാത്ത പോയിന്റുകൾ വരുമ്പോൾ നിർബന്ധമായിട്ടും എഴുതിയെടുത്തേക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ, ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യ, സാത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഓപ്ഷൻസ് ABCD ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തുക. അതിനുശേഷം ബാക്കി കാണുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ചെയ്തേക്കണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വീഡിയോ പോസ് ചെയ്യുക, നിങ്ങളുടെ ആൻസറിലേക്ക് എത്തുക. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയോ, ചോദ്യം എന്തായിരുന്നു? ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തെറ്റായ അല്ലെങ്കിൽ ശരിയായ എന്നുള്ള വാക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ അടിയിൽ വരച്ചിടുകയോ ഒന്ന് ബോക്സ് ഇട്ട് വയ്ക്കുകയോ ചെയ്യണം. കാരണം നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ തെറ്റായ എന്നായിരിക്കും സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തരുന്നത്, ചിലപ്പോൾ നമ്മൾ ശരിയായതായിരിക്കും പിക്ക് ചെയ്യുന്നത്. നമുക്കുള്ള ഓപ്ഷൻ കൃത്യമായിട്ട് അവിടെ കാണും കേട്ടോ. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കാണും നമുക്കുള്ള ആൻസർ കേട്ടോ. അതുകൊണ്ട് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ആദ്യമേ അടിയിൽ വരച്ചങ്ങ് മാറ്റുക. ഒന്നാമത്തെ, ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ എന്ന് പറയുന്നുണ്ട് അല്ലേ? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഇത്രയും കാണുന്ന ഈ കാണുന്ന ഭാഗം കണ്ടോ? ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഇത്രയും ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഉപദ്വീപ് എന്ന് പറയും. ഉപദ്വീപ് കണ്ടോ? ഉപദ്വീപ് ഇവിടെ റാൻ ഓഫ് കച്ച് മുതൽ തുടങ്ങി നമ്മുടെ സുന്ദർബൻ വരെയാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? നമ്മുടെ ഉപദ്വീപ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മുടെ ഉപദ്വീപിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഉപദ്വീപിനകത്ത് നല്ല ഉയരമുള്ള സ്ഥലങ്ങൾ കാണാം. നല്ല ഉയരമുള്ള ഒരു ബെഞ്ച് പോലത്തെ ഒരു സ്ഥലം കണ്ടോ? നല്ല ഉയരമുള്ള സ്ഥലം. ഒരു ബെഞ്ച് അറിയില്ലേ? നല്ല കാലിൽ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ ബെഞ്ചിന് അല്ലേ? അപ്പോൾ ആ ബെഞ്ച് പോലത്തെ സ്ഥലമായിരിക്കും. പക്ഷേ മുകൾ ഭാഗം നിരപ്പായിരിക്കും. കണ്ടോ? നല്ല ഉയരമേറിയ സ്ഥലങ്ങളായിരിക്കും. മുകൾ ഭാഗം നിരപ്പായിരിക്കും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പീഠഭൂമി. അങ്ങനെയുള്ള സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് പീഠഭൂമി. പീഠഭൂമി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്യൂ എന്ന് പറയും. പ്ലേറ്റ് കണ്ടോ? നമ്മുടെ ഉപദ്വീപിനകത്ത് ഉയരമേറിയ സ്ഥലങ്ങളുണ്ട്. മുകൾ ഭാഗം നിരപ്പായ ഉയരമേറിയ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉപദ്വീപിനെ നമ്മൾ എങ്ങനെ വിളിക്കും? ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കും. കണ്ടോ? എല്ലാ ഉപദ്വീപുകളും ഒരിക്കലും പീഠഭൂമികളാകുന്നില്ല. പക്ഷേ ഇന്ത്യൻ ഉപദ്വീപ് എന്താണ്? ഒരു പീഠഭൂമിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഉപദ്വീപീയ പീഠഭൂമി അതൊരു ഭൂപ്രകൃതിയാണ്. ഉപദ്വീപീയ പീഠഭൂമി ക്ലിയർ അല്ലേ? ഉപദ്വീപീയ പീഠഭൂമി ഓർത്ത് വെക്കണം. ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മിക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഇത്, ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. പഠിക്കണേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് എന്ന് പറയുന്നത് ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം, ശ്രദ്ധിച്ചേ. അപ്പോൾ ഇതിൽ ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഈ പശ്ചിമഘട്ടത്തിൽ ഈ പോകുന്നത് പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലുള്ള ഒരു കൊടുമുടിയാണ്. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ആനമുടി എന്ന് പറയണം. ആനമുടി കണ്ടോ? ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമുടി എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക, ഇടുക്കി ജില്ലയിലാണ്. ദേവികുളം താലൂക്കിലാണെന്നും പറയാം. അതുപോലെ പഞ്ചായത്ത് ചോദിച്ചാലോ മൂന്നാർ പഞ്ചായത്തെന്നും പറയാം. കണ്ടോ? അപ്പോൾ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മാത്രമല്ല ആനമുടി. പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗട്ട്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കണ്ടോ? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയത്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയത്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത്, ഇതെല്ലാം ഏതാണ്? നമ്മുടെ ഈ ആനമുടിയാണ്. ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മഹാബലേശ്വർ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ വ്യക്തമായിട്ട് ഓർമ്മിക്കണം. മഹാബലേശ്വർ കുന്നുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയെക്കുറിച്ച്
പരീക്ഷയ്ക്ക് ഒട്ടനവധി തവണ ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണയാണ് മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. കൃഷ്ണയുടെ നീളം ചോദിച്ചാൽ 1400 കിലോമീറ്ററാണ് ഓർത്ത് വയ്ക്കുക. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. 1400 കിലോമീറ്റർ. ഇതെങ്ങനെ പഠിച്ചു വയ്ക്കാൻ പറ്റും? കൃഷ്ണൻ മഹാബലവാനായ ഈശ്വരനാണെന്ന് പഠിച്ചാൽ മതി. കൃഷ്ണൻ മഹാബലവാനായ ഈശ്വരനാണ്. അപ്പോൾ കൃഷ്ണ മഹാബലേശ്വർ കിട്ടും. 1400 കിലോമീറ്റർ ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. ശരി, ഇത് നോക്കി. അടുത്തത് ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണോ ഡെക്കാൻ പീഠഭൂമി? ശരിയാണ്. ഇതാ നോക്കി, ആ ഉപദ്വീപിനകത്ത് ഉയരമേറിയ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതാ ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് ഉയരമേറിയ സ്ഥലങ്ങൾ കാണും. മുകൾ ഭാഗം നിരപ്പാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പീഠഭൂമി എന്ന് വിളിക്കും. ഇതിനെ പ്രത്യേകിച്ച് വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി അല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശരിയാണ്. ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെക്കാൻ പീഠഭൂമി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിനകത്ത് ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച്, ഈ ഡെക്കാൻ ട്രാപ്പ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഡെക്കാൻ ട്രാപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പ്രദേശമാണ്. കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ പ്രദേശമാണ് ഇത്, ഡെക്കാൻ ട്രാപ്പ്. കേട്ടോ, കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഡെക്കാൻ ട്രാപ്പ് എന്ന് പഠിക്കുക. അതുപോലെ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് ചിറ്റൂർ. കണ്ടോ, ചിറ്റൂർ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പാലക്കാട്. കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഡെക്കാൻ ട്രാപ്പ്, മഹാരാഷ്ട്ര. കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയാണ്. കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് ചിറ്റൂർ. കറുത്ത മണ്ണ് കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയാം? പാലക്കാട് എന്ന് പറയാം. അതുപോലെ കറുത്ത മണ്ണിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് ചോദിക്കും. ഓക്കെ, റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. അതുപോലെ ഇനിയും പോയിന്റുകളുണ്ട്. ചെർണോസം, കറുത്ത പരുത്തി മണ്ണ്, ലാവാ മണ്ണ്, വെർട്ടിസോൾ എന്നൊക്കെ അറിയപ്പെടുന്നത് കറുത്ത മണ്ണ് തന്നെയാണ്. പക്ഷേ ഈ റിഗർ മണ്ണ് എന്നുള്ളതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഓക്കെ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്, യൂണിവേഴ്സൽ ഫൈബർ എന്നൊക്കെ അറിയപ്പെടുന്നത്, ആഗോള നാരെന്നൊക്കെ അറിയപ്പെടുന്ന പരുത്തിയാണ്. കേട്ടോ, പരുത്തിയെ ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേര് സിൻഡൻ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം പരീക്ഷ. കേട്ടോ, നോക്കിയോ. അപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണിത്. ഈ കറുത്ത മണ്ണെന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ അല്ലേ? പരുത്തി കൃഷിക്ക് മാത്രമല്ല, കരിമ്പ് കൃഷിക്കും ഈ കറുത്ത മണ്ണ് വളരെ അനുയോജ്യമാണ്. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ 2 മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണും കറുത്ത മണ്ണും. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞു. വളരെ ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. മൂന്നാമത്തത്, വിന്ധ്യ, സാത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. ശരിയാണോ? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് വിന്ധ്യ, സാത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം ആൻഡ് പൂർവ്വഘട്ടം. ശരിയാണ്. അപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഇതാ നോക്കി, ഈ ഭാഗത്താണ് പശ്ചിമഘട്ടം വരുന്നത്. പൂർവ്വഘട്ടം വരുന്നത് ഈ ഭാഗത്താണ്. കണ്ടിന്യൂസ് അല്ല, അത് തുടർച്ചയില്ലാത്ത പർവ്വതനിരയാണ്. പിന്നെ ഇവിടെ വിന്ധ്യ വരുന്നുണ്ട്, ഇവിടെ സാത്പുര വരുന്നുണ്ട്, പിന്നെ ഇവിടെ ആരവല്ലി. ഇവിടെ നിന്ന് ഉപദ്വീപിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഉപദ്വീപിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡൽഹി വരെയാണ്, അഹമ്മദാബാദ് മുതൽ ഡൽഹി വരെയാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? ആരവല്ലി. അപ്പോൾ ആരവല്ലിയെയും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, ഇതിലിപ്പോൾ തെറ്റായതാണ് ചോദിച്ചത്, 1 മാത്രം തെറ്റ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായല്ലോ? ശരി, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ശരിയല്ലാത്ത ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയോ, ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ്, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കി, ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് എന്ന് തന്നിട്ടുണ്ടല്ലേ. ആന്ധ്രാപ്രദേശിലാണോ ആന്ധ്രാപ്രദേശിലാണോ ഹൈദരാബാദ്? അല്ല, ഹൈദരാബാദ്. ഇത് തെറ്റാണ്. ഹൈദരാബാദ് എവിടെയെന്ന് ചോദിച്ചാൽ തെലങ്കാനയിലാണ്. തെലങ്കാനയുടെ ക്യാപിറ്റലാണ് ഹൈദരാബാദ്. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ശരിയാണ്. പാറ്റ്ന ബീഹാറിൻ്റേതാണ്. മിസോറാം ഐസ്വാളാണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. കണ്ടോ? അപ്പോൾ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ അല്ലേ? ഡെറാഡൂൺ എന്ന് കേൾക്കുമ്പോൾ പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. ഓക്കെ, നോക്കിയോ. ഒന്നാമത്തത് നമ്മുടെ വനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻ്റാണ്. ഇന്ത്യൻ വന ഗവേഷണ കേന്ദ്രം
ഇന്ത്യൻ വന ഗവേഷണ കേന്ദ്രം ഡെറാഡൂൺ, അതുപോലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ WLII, കണ്ടോ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി IGNFA, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി. ഈ 3 സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, തൽക്കാലം ഇതെങ്കിലും അറിഞ്ഞിരിക്കുക. വന ഗവേഷണ കേന്ദ്രം, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി. ഓക്കെ അല്ലേ? ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. അതുപോലെ നമ്മുടെ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സ്ഥാപനം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, അതും ഡെറാഡൂണാണ്. നമ്മുടെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന സ്ഥാപനം സർവേ ഓഫ് ഇന്ത്യ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുവേ. സർവേ ഓഫ് ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന സർവേ ഓഫ് ഇന്ത്യയും നമ്മുടെ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ്? ഡെറാഡൂണാണ്. ഇന്ത്യയുടെ സ്കൂൾ ക്യാപിറ്റൽ ഡെറാഡൂൺ. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ നമുക്ക് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ശരി, അപ്പോൾ തൽക്കാലം ഇത് മതി. അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണ്, ശ്രദ്ധിക്കൂ. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായതിനെ നമ്മൾ അടിയിൽ വരച്ചങ്ങ് മാറ്റണം. ശരിയായതാണ് കണ്ടെത്താനുള്ളത്. ലോക രാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ക്ലിയർ അല്ലേ? പിന്നെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കിയാലോ. ഇതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞേനെ. ഒന്നാമത്തത്, ലോക രാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ശരിയാണോ? വലിപ്പത്തിൽ 7ാം സ്ഥാനത്താണോ? വളരെ ശരിയാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 തന്നെയാണ്. ജനസംഖ്യയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്താണ് ഇന്ത്യ, 2ാം സ്ഥാനത്താണ് ചൈന. അപ്പോൾ ജനസംഖ്യയിൽ 1, വലിപ്പത്തിൽ 7, വനവിസ്തൃതി, ലോക രാജ്യങ്ങൾക്കിടയിൽ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10 കേട്ടോ. വനത്തിൽ 10ാം സ്ഥാനം, ടോട്ടൽ ഏരിയയിൽ 7ാം സ്ഥാനം, ജനസംഖ്യയിൽ 1ാം സ്ഥാനം. ഒന്ന് ഓർത്ത് വെച്ചൂടെ? ഇനി ഒരു പോയിന്റ് പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 7ാം സ്ഥാനത്താണല്ലോ ഇന്ത്യ അല്ലേ? 7ാം സ്ഥാനത്താണല്ലോ ഇന്ത്യ. 7ാം സ്ഥാനത്ത് കിടന്നുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൻ്റെ ടോട്ടൽ ഏരിയ, ലോകത്തിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ, വിസ്തൃതി എന്ന് പറഞ്ഞാൽ 100% വിചാരിക്കുക. 100%. ഈ 100% ആക്കാൻ വേണ്ടി ഇന്ത്യ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? അതായത് ലോകത്തിൻ്റെ വനവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? കണ്ടോ, ചോദ്യം മനസ്സിലായോ? ലോകത്തിൻ്റെ വനവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 2.42%. കണ്ടോ, 2.42%. അതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 100%. ആ 100% ഇന്ത്യയുടെ എത്ര ശതമാനമാണ് കേരളം? കണ്ടോ, 100 ഇന്ത്യയുടെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ 1.18%. മനസ്സിലായോ? ലോകത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 2.42. ഇന്ത്യയുടെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 1.18. ക്ലിയർ അല്ലേ? അപ്പോൾ ആ കാര്യം കഴിഞ്ഞു, അങ്ങ് മാറ്റി വയ്ക്കുക. വനവിസ്തൃതിയിൽ 10ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇടുക്കി ജില്ല. ഇന്ത്യയിലെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കണ്ടോ, ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി, ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീർ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ഇത്രയൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ജില്ല, സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശം. ഇനി നിലവിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണോ ഉള്ളത്? അല്ല. 29 സംസ്ഥാനങ്ങളാണോ? അല്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് തെറ്റാണ്. 29 അല്ല, 28 സംസ്ഥാനങ്ങളേ ഉള്ളൂ. 6 എണ്ണമല്ല, 8 എണ്ണമുണ്ട്. കണ്ടോ, 8 കേന്ദ്രഭരണ പ്രദേശം. എങ്ങനെ ഓർത്ത് വയ്ക്കാം? ഇങ്ങനെ ഞാൻ ഈ പറയുന്നത് പോലെ ഓർത്ത് വെച്ചേ. കേരളത്തിലെ ജില്ലകൾ എത്ര? 14. ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ വരെ പറയും കേരളത്തിലെ ജില്ലകൾ 14. 14ൻ്റെ ഇരട്ടി 28 സംസ്ഥാനങ്ങൾ, 28 എണ്ണം ഉണ്ട്. ആ 8 ഇങ്ങ് താഴെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8 എന്ന് കിട്ടും. കണ്ടോ, അപ്പോൾ ജില്ലകൾ 14, സംസ്ഥാനങ്ങൾ 28, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8. സിമ്പിൾ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, എങ്കിൽ ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകത്തില്ല കേട്ടോ, തെറ്റിപ്പോകത്തില്ല. കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8 എണ്ണം ഉണ്ട്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. 2ാം സ്ഥാനം ജമ്മു കാശ്മീർ. 3ാം സ്ഥാനം ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ലക്ഷദ്വീപ് ഏറ്റവും ചെറുത് ലക്ഷദ്വീപാണ്. ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. ഏറ്റവും ചെറുത് ലക്ഷദ്വീപാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും വലുത് ലഡാക്കാണ്. ലഡാക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞുതരാം. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെ തണുത്ത മരുഭൂമിയാണ് ലഡാക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത്, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ശരിയാണോ?
ഹൃദയം എന്നറിയപ്പെടുന്ന മധ്യപ്രദേശാണോ? ശരിയാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്ത് കിടക്കുവാണ്, സെൻട്രലിൽ കിടക്കുവാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് തന്നെയാണ്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ് അല്ലേ? 2ഉം 3ഉം ശരിയാണ്. സോറി, 2ഉം 3ഉം അല്ല, 1ഉം 3ഉം ശരിയാണ്. 2 തെറ്റല്ലേ കുഞ്ഞുങ്ങളെ? 1ഉം 3ഉം ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 3ഉം വരുന്നത് എവിടെയാണ്? എയിലാണോ, ബിയിലാണോ, സിയിലാണോ? സിയിൽ വരുന്നുണ്ട്. 1ഉം 3ഉം ശരി. അപ്പോൾ ഇവിടെയാണ് ഉത്തരം വരുന്നത്. കണ്ടോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം ഓർമ്മയുണ്ടോ? 36 ദ്വീപുകളുണ്ട്. 36 ദ്വീപുകൾ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. പലതവണ ചോദിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപും കവരത്തിയാണ്. ജനസംഖ്യ കുറഞ്ഞത് ചോദിച്ചാൽ ബിത്ര. ജനസംഖ്യ കുറവ് ബിത്ര, കൂടിയത് എന്ന് ചോദിച്ചാൽ കവരത്തി. തലസ്ഥാനവും കവരത്തിയാണ്. ആകെ ദ്വീപുകൾ 36. ഓർത്ത് വെച്ചേക്കോ. ഏറ്റവും വലിയ ദ്വീപ് എന്ന് ചോദിച്ചാൽ ആന്ത്രോത്താണ്. ആന്ത്രോത്ത്. ഏറ്റവും ചെറുത് ഏത് തന്നെയാണ്? ബിത്ര തന്നെയാണ്. ഏറ്റവും ചെറുത് ബിത്ര തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റഡ് ആക്കി. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കണ്ടോ? തെറ്റായ എന്ന് കാണുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ അടിയിൽ വരച്ച് വെക്കണം. തെറ്റായ. ഓക്കെ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. 4. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, നിങ്ങളുടെ ആൻസറിലേക്ക് എത്തുക, എന്നിട്ട് ബാക്കി കാണുക. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻസറിലെത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയോ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, പൂർവാചൽ. ശരിയാണോ ഇത്? വളരെ ശരിയാണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടെന്നാൽ ഇതാ നോക്കിയോ, ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്നില്ലേ? ഇതാ ഇവിടെ കാരക്കോറം എന്നൊരു പർവ്വതനിര കാണുന്നില്ലേ? ഇതാ ഇങ്ങനെ പോകുന്നത് കണ്ടത് കാരക്കോറമാണ്. കാരക്കോറം. അതിന് താഴെ ലഡാക്ക് കാണുന്നുണ്ടോ? ലഡാക്ക് ഉണ്ട്. കാരക്കോറം, ലഡാക്ക്. അതിന് താഴെ സസ്കർ കാണുന്നുണ്ടോ? ഉണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് മൂന്നിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹിമാലയം. കണ്ടോ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതിനുശേഷം താഴെ വരുന്ന ഈ ഗ്രേറ്റർ ഹിമാലയ, ഇവിടെ ഗ്രേറ്റർ ഹിമാലയ എന്ന് എഴുതിയിട്ടുണ്ട്, മിഡിൽ ഹിമാലയ എന്ന് എഴുതിയിട്ടുണ്ട്, സിവാലിക് റേഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം അറിയപ്പെടുന്ന ഇതെല്ലാം ഹിമാലയാസ് എന്നറിയപ്പെടുന്നത്. ഹിമാലയം. ട്രാൻസ് ഹിമാലയം ഒന്നാമത്തത്. രണ്ടാമത്തത് ഹിമാലയം. കണ്ടോ? ട്രാൻസ് ഹിമാലയം. അത് കഴിഞ്ഞ് ഇനി ഇപ്പുറ സൈഡിലോട്ട് ഇവിടെ ആയിട്ട് വരുന്ന കുന്നുകളുണ്ട്. ഈ ഭാഗത്തായിട്ട് വരുന്ന കുന്നുകളെ വിളിക്കുന്ന പേരാണ് മൂന്നാമത്തത് പൂർവാചൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ പറയാം, കിഴക്കൻ മലനിരകളെന്നും പറയാം. പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ ഓർത്ത് വെച്ചേക്കണം. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ? സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തരംതിരിക്കുന്നു. ശരിയാണോ? വളരെ ശരിയാണ്. ഇപ്പം വരച്ച് കാണിച്ചിരുന്നില്ലേ? ഉത്തരപർവ്വത മേഖലയിൽ 3 പർവ്വത നിരകൾ അല്ലെങ്കിൽ 3 പർവ്വത മേഖലകളുണ്ട്. ട്രാൻസ് ഹിമാലയം, പൂർവാചൽ. ഇതിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിക്കുന്നു. ശരിയാണോ? ഇവിടെ ഗ്രേറ്റർ ഹിമാലയ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ? ഏറ്റവും മുകളിലുള്ള ഈ ഉയരം കൂടിയത് ഈ ഗ്രേറ്റർ ഹിമാലയ എന്ന് ഇരിക്കുന്നതിൻ്റെ പേരാണ് ഹിമാദ്രി. അത് കഴിഞ്ഞ് മിഡിൽ ഹിമാലയ എന്ന് ഇരിക്കുന്നില്ലേ? മിഡിൽ ഹിമാലയ, അവനാണ് ഹിമാചൽ. രണ്ടാമത്തെ ആളാണ് ഹിമാചൽ. ഹിമാചൽ. ഏറ്റവും താഴത്തെ ആള് സിവാലിക്. കണ്ടോ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നമ്മുടെ കൈയിലെ 3 വിരലുകൾ ഓർമ്മിച്ചാൽ മതി. ചെറിയ വിരൽ ഉൾപ്പെടെ വരുന്ന 3 വിരലുകൾ, മോതിര വിരൽ, നടുക്കത്തെ വിരൽ, ആ 3 വിരലുകളുണ്ടല്ലോ, എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. നടുക്കലത്തെ വിരലിന് നല്ല ഉയരം കൂടുതലാണ്. അപ്പോൾ ഉയരം കൂടിയ കൊടുമുടികളെല്ലാം ഉള്ളത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ സുഖവാസ കേന്ദ്രങ്ങൾ, ഹിൽ സ്റ്റേഷനുകൾക്ക് പ്രസിദ്ധമായ ഹിമാലയത്തിലെ പർവ്വതനിര ഹിമാചൽ. അപ്പോൾ 2 പോയിന്റ് പഠിക്കണേ. ഉയരമേറിയ കൊടുമുടികൾ ഹിമാദ്രി, ദെൻ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ,
പിന്നെ ഡൂണുകൾ വളരെ നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ എന്ന് പറയുന്നത്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ. ഡൂണുകൾ കാണപ്പെടുന്ന എവിടെയെന്ന് ചോദിച്ചാൽ സിവാലിക്കിലാണ്, ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നോക്കിയോ, ഇതെല്ലാം ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഓപ്ഷൻ നമുക്ക് നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നോക്കി, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയ നിരകളെ സിവാലിക് ശരിയാണല്ലോ, ഹിമാചൽ ശരിയാണ്, ഹിമാദ്രി ശരിയാണ്. പക്ഷേ ഓർഡർ ഇങ്ങനെയല്ല വരാനുള്ളത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ആദ്യം വരേണ്ടത് ഹിമാദ്രിയാണ്, അവസാനം വരേണ്ടത് സിവാലിക്കാണ്. ഓക്കെ, എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ ഇതിപ്പോൾ ശരിയാണ്. അടുത്ത്, എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. ശരിയാണോ? സിവാലിക്കിലാണോ ഈ നല്ല ഉയരമേറിയ കൊടുമുടികളൊക്കെ ഉള്ളത്? നേരത്തെ പറഞ്ഞതല്ലേ, ഹിമാദ്രിയിലാണ് ഉയരമേറിയ കൊടുമുടികളുള്ളത്. എന്താണ്, നീളമേറിയതും വിസ്തൃതമായ താഴ്വരകളാണ് ഡൂണുകൾ. ഡൂണുകൾക്ക് പ്രസിദ്ധമായതാണ് ഏത്? ഡൂണുകൾക്ക് പ്രസിദ്ധമാണ് നമ്മുടെ സിവാലിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത്, നാഗാ, ഖാസി, ഗാരോ കുന്നുകൾ. ഓക്കെ, നാഗാ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാഞ്ചലിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്, നാഗാ, ഖാസി, ഗാരോ കുന്നുകൾ. അതുപോലെ ജയന്തിയ കുന്നുകൾ, കുറേ കുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. ജയന്തിയ, ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ മൂന്നാമത്തതാണ് തെറ്റെന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. കണ്ടോ? അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ 3 എണ്ണത്തിന് അപ്പോൾ എന്ത് കാണും? അതിർത്തി ഉണ്ട് അല്ലേ? പാകിസ്ഥാനുമായി അതിർത്തിയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കി, ഗുജറാത്ത്. കാരണം ഇവിടെ കുറച്ച് അതിർത്തി വരുന്നുണ്ട്. പിന്നെ രാജസ്ഥാൻ വരുന്നുണ്ട്. ഇവിടെ നോക്കി, ഇത്രയും ദൂരം ഇങ്ങനെ അതിർത്തി വരുന്നുണ്ട്. കണ്ടോ? അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ട് ഹരിയാന ഇത്രയും ദൂരം വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന. അപ്പോൾ ഗുജറാത്ത് എവിടെ? ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന. അപ്പോൾ അല്ലാത്ത ആരെന്ന് ചോദിച്ചാൽ ഹരിയാന അല്ല, ആ സൈഡ് പഞ്ചാബാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ സോറി കേട്ടോ. എവിടെ പിക്ചർ? ഇത് പഞ്ചാബല്ലേ? പഞ്ചാബിനെ വട്ടമിട്ടിട്ട് ഹരിയാന എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ, ഹരിയാന ഇതിനകത്താണ് വരുന്നത്. ഹരിയാന ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഹരിയാന ഇതാണേ, സോറി കേട്ടോ. പഞ്ചാബിൻ്റെ അവിടെ വട്ടം ഇട്ടിട്ട് അതിനെ ഹരിയാന എന്ന് പറഞ്ഞത്. നോക്കിയോ, പഞ്ചാബ്. അപ്പോൾ വരാത്തത് ആരെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഭാഗമല്ലാത്ത ആരെന്ന് ചോദിച്ചാൽ ഹരിയാനയാണ് ഇതിനകത്ത് വരുന്നത്. കണ്ടോ? അകത്ത് വരുന്നതിൻ്റെ മാപ്പ് നോക്കി, അകത്ത് വരെയല്ലേ, ആരുമായിട്ട് അതിർത്തിയൊന്നും വരുന്നില്ല. ഹരിയാനയോട് ചേർന്നാണ് ആര് കാണപ്പെടുന്നത്? ഡൽഹി കാണപ്പെടുന്നത്. ഡൽഹി കണ്ടോ? അപ്പോൾ ഈ നമ്മുടെ ഇപ്പം പറഞ്ഞത് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുള്ളത് 3 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശം. ജമ്മു കാശ്മീരിന് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. അതുപോലെ ലഡാക്കിനും ഇവിടെ കാണുന്നത് പോലെ അതിർത്തിയുണ്ട് പാകിസ്ഥാനുമായിട്ട്. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2 എണ്ണം, ജമ്മു കാശ്മീർ, ലഡാക്കും. സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ എന്ത് പറയണം? ഗുജറാത്ത്, രാജസ്ഥാൻ, ദെൻ പഞ്ചാബ്. പെടാത്തതായിരുന്നു ചോദിച്ചാൽ ഇതിനകത്ത് ഹരിയാനയാണ് അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. എന്നാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലോ ഡ്യൂറൻഡ് രേഖ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ, അങ്ങനെ ചോദിച്ചാലും ഡ്യൂറൻഡ് രേഖയാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് ചോദിച്ചാലും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ചോദിച്ചാലും എന്താണ്? ഡ്യൂറൻഡ് രേഖ തന്നെയാണ്, ഓർത്തു വയ്ക്കണം. ഓക്കെ, അപ്പോൾ റാഡ്ക്ലിഫ് രേഖ. അങ്ങനെ ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങളുണ്ട്? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം 9. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ചെറിയ അയൽ രാജ്യം, അതിന് കരാതിർത്തിയല്ല ഉള്ളത്, സമുദ്ര അതിർത്തിയാണ്. മാലിദ്വീപ്. കിട്ടിയോ? ഇന്ത്യക്ക് ടോട്ടൽ എത്രയാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര കര അതിർത്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇങ്ങനെ അതിർത്തി ഇങ്ങനെ പോയി
കണ്ടോ, ലോകരാജ്യങ്ങളുമായിട്ടുള്ള അന്താരാഷ്ട്ര കര അതിർത്തിയാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. കണ്ടോ, ഇത് ടോട്ടൽ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ ഇത് ടോട്ടൽ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 15,106.7 കിലോമീറ്റർ എന്ന് പറയണം. 15,106. ഇന്ത്യയുടെ അന്താരാഷ്ട്ര കരാതിർത്തി 15,106.7. ഇവിടെ 106 കിടക്കയില്ലേ? 106. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് ദൂരം അന്താരാഷ്ട്ര കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 106 കിലോമീറ്റർ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉൾപ്പെടാത്തത്, ഇവിടുത്തെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഹരിയാനയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ശ്രദ്ധിക്കൂ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച് വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഏതാണുള്ളത്? നമുക്ക് ആൻസറിലോട്ട് നേരെ നോക്കാം. വീഡിയോ പോസ് ചെയ്യുക, നിങ്ങളുടെ ആൻസറിൽ എത്തുക. മതികെട്ടാൻചോല വയനാടാണോ? മതികെട്ടാൻചോല വയനാട്ടിലാണോ? അല്ല. മതികെട്ടാൻചോല എവിടെയെന്ന് ചോദിച്ചാൽ ഇത് തെറ്റാണ് കേട്ടോ. മതികെട്ടാൻചോല ഇടുക്കിയിലാണ്. മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല ഇതെല്ലാം ഇടുക്കിയാണ്. ഓക്കെ. അടുത്ത രണ്ടാമത്തത് പാമ്പാടുംചോല ഇടുക്കി. ഞാനിപ്പം പറഞ്ഞല്ലേ ഉള്ളൂ. മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല ഇടുക്കി. ആറളം വന്യജീവി സങ്കേതം, ആറളം കണ്ണൂർ. കറക്റ്റാണ്, ആറളം കണ്ണൂർ. കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലോന്ന് കൊടുത്തിട്ടുണ്ട്, അതും തെറ്റ്. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറത്താണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം. അപ്പോൾ ശരിയായ ജോഡികളാണ് ചോദിച്ചത് അല്ലേ? 2, 3. ഓപ്ഷൻ ഉണ്ടോ നോക്കി? ഉണ്ട്. ഓപ്ഷൻ എ 2, 3 കണ്ടോ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം PSCയുടെ ഉത്തരം 5. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം PSCയുടെ ഉത്തരം 5. ദേശീയോദ്യാനങ്ങൾ 5 ഉണ്ട്. ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല. ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 ഉണ്ട്. 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ പെരിയാറാണ്. പെരിയാർ വന്ന വർഷം 1950. അത് പിന്നീട് മുന്നേ 34 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി ആയിരുന്നു. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി നിലവിലുന്ന വർഷം 1934. ക്ലിയർ അല്ലേ? അതുപോലെ ആറളം കണ്ണൂർ. ഓക്കെ. അതായത് 1984 4 വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വന്നു. 4 എണ്ണം. ചിന്നാറ്, ചിമ്മിനി, ആറളം, ചെന്തുരുണി. കണ്ടോ, ചിന്നാറ്, ചിമ്മിനി, ആറളം, ചെന്തുരുണി ഇതെല്ലാം വന്യജീവി സങ്കേതങ്ങളാണ്. കേരളത്തിലെ 18 വന്യജീവി സങ്കേതങ്ങളുണ്ട് കേട്ടോ. ചിന്നാറ്, ചിമ്മിനി, ആറളം, ചെന്തുരുണി. ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കല്ലേ. ലൈക്ക് ഇട്ടേ, നിങ്ങൾ ഇപ്പോഴേ ലൈക്ക് ഇട്ടേ. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വേറെ കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഇതുപോലെ കുറേ ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ഡിസ്കഷനുമായിട്ട് ഓടി വരാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് കാണുമ്പോഴേക്കും നന്ദി.